ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന JCB ഉപയോഗിച്ച് പരമാവധി അതിൻ്റെ കുഴിയുടെ ഒരു വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്, അതിൻ്റെ വീതി കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഒരു 3ഓളം ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടതാണ് താഴേക്ക് ഏണി വെച്ച് ഇറങ്ങിപ്പോകുന്നത്. ഇനിയിപ്പോൾ എന്താണ് അടുത്ത ഘട്ടം? ഇതിൻ്റെ ഈ വേസ്റ്റ് വാട്ടർ ഉള്ള ഭാഗത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. പ്രജിൻ, എന്തായാലും നമ്മൾ ഈ സ്ലാബ് മാറ്റിയിട്ടുണ്ട്. മണ്ണ് മാറ്റി സ്ലാബ് മാറ്റിയ മാൻഹോൾ വ്യക്തമായി കാണുന്ന രീതിയിൽ, അതായത് ഓക്സിജൻ ഉൾപ്പെടെ ഏതെങ്കിലും വിധത്തിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ വ്യക്തമാകുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ ഫയർഫോഴ്സ് സംഘം അതിനകത്തേക്ക് ഇറങ്ങി ഈ ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. എന്തായാലും 4 പേരടങ്ങുന്ന സംഘമാണ്, ഫയർഫോഴ്സിന്റെ സംഘമാണ്. പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഈ ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്തേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. 3 പേരെയും പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ പുറത്തേക്ക് എത്തിക്കുക, അതാണ് അടുത്ത ഘട്ടത്തിലേക്ക് ചെയ്യുക. എന്തായാലും മാൻഹോളിലൂടെ ആളുകൾക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും JCB ഉപയോഗിച്ച മണ്ണ് പൂർണ്ണമായിട്ടും, അതിൻ്റെ സ്ലാബിന് മുകളിലെ മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റിയതിനു ശേഷം സ്ലാബും മാറ്റിയ ഡ്രൈനേജിന്റെ വലിപ്പം കൂട്ടി അതിനുശേഷമാണ് ആളുകൾ ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്, ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അവിടെ ഈ പരിശോധന നടക്കുകയാണ്. ഈ 3 പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. അതിനകത്തേക്ക് ഈ ആളുകൾ ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ 3 പേരെയും പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും പറയുന്നത്. യെസ്, അവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്നൊരു ഉദ്യോഗസ്ഥൻ, നമ്മൾ ആ ശബ്ദം കേട്ടതാണ്. ഇപ്പോൾ ഒരാളെ പുറത്തേക്ക് എടുത്ത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അവിടെ ഉദ്യോഗസ്ഥരുള്ളത്. വളരെ ശ്രമകരമായാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്ന് വ്യക്തവുമാണ് ഈ ദൃശ്യങ്ങളിൽ തന്നെ. കാരണം വളരെ താഴെയാണ് ഈ 3 പേർ കിടന്നത്. അവരിൽ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞു. ഒരാളെ പുറത്തേക്ക് ഇപ്പോൾ എടുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരോഗ്യസ്ഥിതി എന്താണെന്ന് സംബന്ധിച്ച് വിവരങ്ങളില്ല. അവിടെ ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നുണ്ട്. പുറത്തെത്തിച്ചാൽ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. 3 പേരാണ് ഈ ഡ്രെയിനേജിനകത്ത് കുടുങ്ങിപ്പോയതിൽ ഒരാളെ കണ്ടെത്തി അയാളെ ഇപ്പോൾ മുകളിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അവിടെ ഉദ്യോഗസ്ഥരുള്ളത്. വളരെ ശ്രമകരമായിട്ടാണ് അവിടെ ഒരാൾക്ക് പോലും തങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്താണ് ഈ 3 പേർ ചേർന്ന് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രമകരമായി തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. രാഹുൽ, ഒരാളെ മുകളിലേക്ക് എത്തിക്കാനായി താഴേക്ക് പ്രത്യേക സംവിധാനങ്ങൾ കയറൊക്കെ കെട്ടി താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരാളെ മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നു എന്ന് ഒരു നിർദ്ദേശം നൽകിയതായി ഞാൻ കേൾക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.